ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് ദിച്ചുവിന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ളത് ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദിച്ചുവിന് പുട്ട് പഞ്ചസാരയും കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഡേ ആണ് കേട്ടോ സ്കൂളുള്ളത്, തുറക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ. അപ്പോൾ ടിഫിനും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ വെള്ളമൊക്കെ ആക്കി ദിച്ചുവിനെ സെറ്റാക്കി പറഞ്ഞയക്കുകയാണ് കേട്ടോ. ദിച്ചുവിന് മടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ മടിയൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്കാണ് കേട്ടോ കൂടുതൽ ടെൻഷൻ. കാരണം ദിച്ചു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പീലിക്കുട്ടീനെ ഒന്നെടുത്താക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ദിച്ചും കൂടെ പോയാൽ ഞാൻ തന്നെ നോക്കണ്ടേ രാവിലെ മുതൽ ദിച്ചു വരുന്നവരെ. നമുക്കൊരു സപ്പോർട്ടാണ് കേട്ടോ പീലിക്കുട്ടീനെ നോക്കുന്ന കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ദിച്ചുവിനാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചിരി വരിക കേട്ടോ. നാണം വന്നിട്ട് അവന് പിന്നിക്ക് തന്നെ പോവുമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അമ്മ ഇനി വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. പീലിനെ നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ കെയറിങ് ആണ്. അപ്പോൾ അത് കാരണം എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനെ അധികം നേരമൊക്കെ എടുത്താക്കാൻ. എന്നാലും ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാൻ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ദിച്ചു നോക്കുമെന്ന് പറയും കേട്ടോ. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആകെ ഡെസ്പാണ് കേട്ടോ. തിരിച്ച് പോവുകയെന്നുണ്ടെങ്കിലും ടാറ്റൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആളുകൾ അങ്ങനെ കുറച്ച് ഷോക്കായിരുന്നു കേട്ടോ. വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല മുഖത്ത്. ഏട്ടൻ എങ്ങോട്ടോ ടാറ്റ പോവുക എന്നുള്ളൊരു സംഭവമാണ് ആൾക്ക്. അപ്പോൾ വലിയതൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ കുട്ടികളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ട് ചിലവരൊക്കെ ഇങ്ങനെ യൂണിഫോമൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇവരുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു, ക്ലാസ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു യൂണിഫോം മസ്റ്റാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിച്ചുവിന് അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ദിച്ചൊക്കെ പോയതിന് ശേഷം ഞാൻ എൻ്റെ പണികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഗെയ്സ്. പിന്നെ ഇത് വേറൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് കുഞ്ഞിതാവും കൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ ദിച്ചിന് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ബുക്സും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെക്കലായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ. ദിച്ചു എന്നത് വിളിക്കണോടാ. ദിച്ചുട്ടാ ഇത് വിളിക്കണു കുട്ടി. നടക്കൂല നടക്കൂല ഹായ് പറഞ്ഞു. നടക്കൂല നടക്കൂല. ഏട്ടാ ഏട്ടാ വിളിച്ച ഏട്ടാന്ന് വിളിച്ച ഒന്നും മര്യാദ കേട്ടാ വിളിക്കും. എന്നിട്ട് ഞാൻ വരാം. ഏട്ടാന്ന് വിളിച്ച ഏട്ടാന്ന് വിളിക്കും. നടക്കൂല. ഏട്ടാ വിളിക്കും. ഏട്ടാന്ന് വിളിച്ച വരുത്രേ. ഏട്ടാ വിളിച്ച വാദിച്ചു. ദിച്ചുവിനെ ആദ്യം തന്നെ ഏട്ടാൻ തന്നെയാണ് കേട്ടോ വിളിച്ചുകൊണ്ടിരുന്നറിഞ്ഞ്. ഇപ്പം അടുത്തായിട്ടാണ് ഇപ്പോൾ ദിച്ചു ദിച്ചു എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ദിച്ചു എന്ന് അങ്ങോട്ട് വിളിക്കില്ല, ചൂ ചൂ എന്ന് വിളിക്കും കേട്ടോ. ഞങ്ങളൊക്കെ അങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് കുറച്ചുകൂടി മനസ്സിലാവാനൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഏട്ടാന്ന് വിളിപ്പിക്കാമല്ലോ. ഇപ്പം അങ്ങനെ പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. നമ്മൾ എത്ര ഏട്ടാന്ന് വിളിക്കാൻ പറഞ്ഞാലും ആൾ വിളിക്കില്ല, ചൂ ചൂ എന്ന് തന്നെ വിളിക്കുക. ദിച്ചുവിനാണെന്നുണ്ടെങ്കിലോ ചിലപ്പോഴൊന്നും കുഴപ്പമില്ല അങ്ങനെ വിളിക്കുമ്പോൾ. ചില ടൈമിൽ ആൾക്ക് നല്ല കലിപ്പാണ് കേട്ടോ. ഏട്ടാന്ന് വിളിക്കുക, ഞാൻ എന്നാലേ മുണ്ടുള്ളൂ, അതേ ഇതേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താനാവും കേട്ടോ ആൾ. അപ്പോൾ അങ്ങനെ അതിങ്ങനെ കുട്ടികൾ കുറച്ചുകൂടെ ആവുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ വിളിക്കുമല്ലോ. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ വിളിക്കുക കേട്ടോ. ഭാഗ്യത്തിന് ഇന്നെ കണ്ണേട്ടിനൊന്നും പേര് വിളിക്കില്ല കേട്ടോ. ദിച്ചുവിനപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഞാനും വിളിക്കും, കണ്ണേട്ടിനും വിളിക്കും, ഇവിടെ അമ്മയും അച്ഛനും പിന്നെ അങ്ങനെ എല്ലാവരും വിളിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളിക്കും. അപ്പോൾ നമുക്കത് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ ദിച്ചു ആണെന്നുണ്ടെങ്കിൽ ദിച്ചുവിൻ്റെ പൂതിക്ക് രണ്ട് ബുക്ക് എടുത്തിട്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോഴും വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവനും അതേ വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഇഷ്ടമായില്ല മീൻസ് ആ ഒരു ഇങ്ങനെ പൊതിയുന്നതിനോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അത് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അപ്പോൾ എനിക്ക് വയ്യമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു അതന്നെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പൊതിയാനിരുന്നു കേട്ടോ ബുക്സൊക്കെ. അപ്പോൾ ദിച്ചുവിനാണെന്നുണ്ടെങ്കിൽ 4 മണിക്ക് ഇവിടെ ഗ്രൗണ്ടിൽ എല്ലാ പിള്ളേരും കൂടെ കളിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനെന്നൊക്കെ പൊക്കവും അമ്മ പൊതിഞ്ഞ് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പൊതിഞ്ഞു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒപ്പം ഇരുന്നിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞ വർഷത്തെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നതാണ് കേട്ടോ പൊതിയണ ആ ഒരു സാധനം. അപ്പോൾ അതെടുത്തിട്ട് ബാലൻസ് പുതിയത് വാങ്ങിച്ചത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പഴയത് എടുക്കായിരുന്നു. അത് ചെറുതായിട്ട് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ മടങ്ങിയിരുന്നിട്ടൊരു ചെറിയൊരു
ഇതുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയിട്ടുണ്ട് ആ റോളിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതങ്ങോട്ട് പൊതിഞ്ഞാൽ ശരിയാവും കേട്ടോ. അപ്പോൾ ഈ വർഷം ദിച്ചു 5ാം ക്ലാസ്സിലേക്കാണ് കേട്ടോ, UP വിഭാഗത്തിലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മളെ കുട്ടികൾ വലിയ ക്ലാസ്സിലായി. പിന്നെ അതുപോലെ തന്നെ സബ്ജക്റ്റുകളൊക്കെ കൂടി ഭയങ്കര ടെൻഷനാണ് കേട്ടോ എനിക്കും. ഇപ്പോൾ LPയുടെ പോലെ ഇല്ലല്ലോ UPയിലാവുമ്പോൾ, അതിൻ്റേതായ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കുറച്ച് മടിയുള്ള ടൈപ്പാവും കേട്ടോ. ഏത് ടൈമും ഇങ്ങനെ ബുക്ക് എടുത്ത് നോക്കുക, പിന്നെ ഹോംവർക്കൊന്നും ചെയ്യാൻ വന്ന വഴി അങ്ങനെ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദിച്ചുവിന് അങ്ങനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിങ്ങനെ പിന്നാലെ ഇങ്ങനെ നടക്കണം, എന്നാൽ മാത്രമാണ് ദിച്ചു അങ്ങനെ കാര്യമായിട്ട് പഠിക്കുന്ന കാര്യത്തേക്ക് ശ്രദ്ധിക്കുള്ളൂ. പിന്നെ ചില സബ്ജക്റ്റ് മാത്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാത്സ് പിന്നെ തുടക്കത്തിലുള്ള ഇൻട്രസ്റ്റ് ഒന്നും നമ്മളിങ്ങനെ വലിയ ക്ലാസ്സിലേക്ക് ആവും തോറും ഉണ്ടാവില്ലല്ലോ, അതിൻ്റെ രീതിയും ഒക്കെ മാറുമല്ലോ. ആ ഒരു പാറ്റേൺ തന്നെ മാറും. ഏറ്റവും റിസ്ക്കുള്ള സബ്ജക്റ്റായി മാറും മാത്സ് നമ്മൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ അത് ഭയങ്കര രസമായിട്ടാണ് ദിച്ചുവിന് തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമല്ലോ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നാലെ ഇങ്ങനെ നടക്കണം. പിന്നെ 6-7 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പാടെ മാനേജ് ചെയ്യാൻ എങ്ങനെ ആയിരിക്കും. 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാർട്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ട്യൂഷന് ചേർത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതിൻ്റെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ വേറെ ടീച്ചേഴ്സ് അങ്ങനെ എടുക്കുമ്പോൾ, ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ ഒന്ന് സെറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിലും ട്യൂഷന് വിടാതെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ നോക്കാമല്ലോ ട്യൂഷൻ വിടേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ PSC എക്സാമൊക്കെ ഇടയ്ക്ക് എഴുതുന്നതുകൊണ്ടേ, അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ദിച്ചുവിന് സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വൈകുന്നേരമാണ് കാര്യമായിട്ട് നമ്മൾ എന്തെങ്കിലും നോക്കുക. കണ്ണേട്ടനൊക്കെ ഉള്ള ടൈമിൽ പീലീനൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ആ സമയത്താണ് എനിക്കും നോക്കാൻ പറ്റുക. പക്ഷേ ആ സമയത്ത് ഇനിയിപ്പോൾ ദിച്ചുവിന് എന്തെങ്കിലും ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളൊന്ന് ഒപ്പിരുന്ന് സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പഠിത്തം അപ്പോൾ ഫ്ലോപ്പ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാനങ്ങനെ ദിച്ചുവിനെ ശ്രദ്ധിക്കാതെ ഞാൻ ഫുള്ള് ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പഠിച്ച് ചത്തു കേട്ടോ. ഞാൻ മരിച്ചായിരുന്നു ഒരു 2-3 മാസം. പിന്നെ എനിക്ക് തോന്നി എനിക്കും കിട്ടുന്നില്ല. അങ്ങനല്ല, 2-3 മാസം ഒന്നും ഇരുന്നാൽ ഒന്നും ആവില്ലല്ലോ BSc. വൈകുന്നേരം മാത്രം നോക്കണ കേസാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് നോക്കണതല്ല, രാത്രി മാത്രം നോക്കണ കേസ്. അപ്പോൾ നല്ല എഫേർട്ട് എടുക്കണം PSc ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഫുള്ള് ഫ്ലോപ്പായി കിടക്കുകയാണ് കേട്ടോ. ഒരു പൊക്കോതിനൊക്കെ വേണ്ടല്ലോ.
ഇലി ഡാ പീലിക്ക് ഇപ്പോൾ ഡാൻസ് കളിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫോണും പിടിച്ച് വരും കേട്ടോ, പാട്ട് വയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളങ്ങനെ പാട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ അതിനനുസരിച്ചിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. അധികം വീരനാട്യത്തെ സ്റ്റെപ്പുകളാണ് കേട്ടോ കളിക്കുന്നത്. ഞങ്ങൾ തോതിക്ക് കുറച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ 1 മാസത്തോളം. അപ്പോൾ അങ്ങനെ ആൾക്ക് തലയിൽ കയറിയതാണ് തോന്നുന്നു കേട്ടോ ഈ ഒരു ഡാൻസ്. അതിനുശേഷം ഫുള്ള് ഡാൻസാണ് ഇപ്പോൾ. ബുക്ക് പൊതിയാൻ പീലിയും കൂടി വന്നതുകൊണ്ട് ഞാനത് അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വൈകുന്നേരം നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ബൈ.